രാത്രി അതും ഒരു കൊടും കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരൊറ്റയാണ് വന്ന് റോഡിന്റെ നടുവിൽ ഇങ്ങനെ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? അതും ഒരു സെലിബ്രിറ്റി ആയ ആനയുണ്ട്. നമ്മുടെ വാൽപ്പാറ മലക്കപ്പാറ റൂട്ടിലെ കബാലിയാണ്. പക്ഷെ ആളത്ര ഉപദ്രവകാരിയൊന്നും ആയിരുന്നില്ല. മറിച്ചിട്ട പനയുടെ പോലെ തിന്നു തീർക്കുന്ന തിരക്കിലായിരുന്നു. ഞങ്ങൾ മാത്രമായിരുന്നില്ല, ഞങ്ങളുടെ ബാക്കിൽ ഇഷ്ടം പോലെ വണ്ടികൾ ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആളൊന്ന് പിൻവാങ്ങിയ പിന്നെ ഒറ്റയടിക്ക് അവന്റെ മൈൻഡ് മാറി തിരിച്ചു വരുന്ന കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയിട്ട്. പക്ഷെ അതിലും ചങ്കിടിച്ചൊരു സംഭവം ഞാൻ പറയാം. വാൽപ്പാറയിൽ ഇത്രയും നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ റീലും ഫോട്ടോസും എടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. അതായത് തേയിലത്തോട്ടങ്ങളുടെ ഒത്തൊന്നും എടുക്കായിരുന്നില്ല ഞങ്ങളുടെ പിറ്റേന്ന് വെളുപ്പിന് ഒരു 5 മണി സമയത്ത് ഒരു വ്യൂ പോയിന്റ് കാണാൻ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. റീലും ഫോട്ടോസും ഒക്കെ എടുത്തിരുന്ന അതേ സ്പോട്ടിൽ തന്നെ സാക്ഷാൽ ഒരു പുലി, അതായത് ഒരു ലെപ്പേഡ് ഇങ്ങനെ കിടക്കായിരുന്നു ആ ഒരു പാറയുടെ മുകളിൽ. ഈ ഒരു സംഭവം അവിടുത്തെ ആൾക്കാരോട് പറഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പശുക്കുട്ടി ഒരു പുലി കടിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി 8 മണിക്ക് ശേഷം ആരും പുറത്തിറങ്ങി നടക്കരുതെന്നാണ് ഫോറസ്റ്റുകാരുടെ നിർദ്ദേശം. അങ്ങനെ ആനയും പുലിയെയും കാട്ടുപോത്തിനെയും മ്ലാവിനെയും മാനയും എല്ലാം കണ്ടിട്ടാണ്. ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ കപാലിയുടെ കാര്യം പറയാം. ഒരു 1/4 മണിക്കൂറോളം ഞങ്ങളെ അവനെ അവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുവരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടിയൊന്നും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ജീപ്പ് വരുന്ന സൗണ്ട് കേട്ടപ്പോൾ അവൻ തന്നെ കാട്ടിലേക്ക് ഇറങ്ങിപ്പോയായിരുന്നു.